10 വർഷത്തിനു ശേഷം കൊടുവള്ളി മുൻ എം.എൽ.എ. കാരാട്ട് റസാഖ് മുസ്ലിം ലീഗിൽ തിരിച്ചെത്തി. സഹയാത്രികരെ ചേർത്തുപിടിക്കുന്നതിൽ ഇടതുപക്ഷം പരാജയമാണെന്ന് വിമർശിച്ച റസാഖ് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് ലീഗിന്റെ അംഗത്വം സ്വീകരിച്ചു. ലീഗ് നേതാക്കളായ പി.കെ. ഫിറോസിനും എം.കെ. മുനീറിനുമൊപ്പമാണ് റസാഖ് പാണക്കാടെത്തിയത്. സീറ്റ് നൽകാത്തതിൽ കലഹിച്ച് 2016 ലീഗ് വിട്ടതാണ് കാരാട്ട് റസാഖ്. ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് എം.എ. റസാഖ് മാസ്റ്ററെ തറപറ്റിച്ച് അന്ന് കരുത്തു തെളിയിച്ചു. 2021 മണ്ഡലത്തിൽ എം.കെ. മുനീറിനോട് തോറ്റെങ്കിലും ലീഗിനെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയി. 10 വർഷത്തിനിപ്പുറം റസാഖ് തറവാട്ടിൽ തിരിച്ചെത്തി. അതും തന്നെ പരാജയപ്പെടുത്തിയ എം.കെ. മുനീറിന്റെ കയ്യും പിടിച്ച്. സാദിഖ് അലി തങ്ങൾ അംഗത്വം നൽകി ഷാൾ അണിയിച്ച് റസാഖിനെ സ്വീകരിച്ചു. ഒരു ഉപാധിയുമില്ലാതെയാണ് തിരിച്ചുവരവെന്ന് തങ്ങൾ പറഞ്ഞു. ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് കാരാട്ട് റസാഖ് അന്ന് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചു. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തു. ഒരു ഉപാധികളുമില്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തരികയുണ്ടായി. ഏതായാലും അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇതൊക്കെ ഒരു ട്രെൻഡാണെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ ട്രെൻഡ് UDFന് അനുകൂലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അവർ ലീഗിലെ ആളുകളെ സ്വതന്ത്രന്മാരെയൊക്കെ പിടിച്ച് പണ്ട് കളിച്ച പോലെ കളിക്കാൻ കഴിയും എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ ഒഴുക്ക് ഇങ്ങോട്ടാണ്. തറവാട്ടിലേക്കുള്ള തിരിച്ചുവരവെന്ന് പറഞ്ഞ റസാഖ് ഇടതുപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചു. തറവാട്ടിലേക്ക് തിരിച്ചു വന്ന് മാതൃസംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ലക്ഷ്യമുള്ളൂ. തുടരില്ല, ഇല്ല, രാജിവെക്കും. ഉപാധികളൊന്നുമില്ല. വിശ്വാസമാണ് പാർട്ടിയെ, പ്രത്യേകിച്ച് തങ്ങളുടെയും കുഞ്ഞാൽ സാഹിബിനെയും മുനീർ സാഹിബിനെയും ഒക്കെ വിശ്വാസമാണ്. തീർച്ചയായിട്ടും 10 കൊല്ലം പ്രവർത്തിക്കാത്തത് അതിൻ്റെ ഡബിൾ മടങ്ങ് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. MLA ആക്കിയതിന് ശേഷം പിന്നീട് നാളുകൾ ഉണ്ടായിരുന്നല്ലോ, ചേർത്ത് പിടിക്കുന്നതിൽ പരാജയമാണ്. മദ്രസ് അധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാനാണ് റസാഖിന്റെ തീരുമാനം. പറയാനുള്ള പലതും വൈകിട്ട് കൊടുവള്ളിയിൽ നടക്കുന്ന കൺവെൻഷനിൽ പറയുമെന്നും റസാഖ് അറിയിച്ചു. ഇടതിനൊപ്പം നിൽക്കുമ്പോഴും മന്ത്രി മുഹമ്മദ് റിയാസിനെ അടക്കം റസാഖ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇത്തവണയും കൊടുവള്ളി സീറ്റിൽ പരിഗണിക്കണമെന്ന് റസാഖ് LDFനെ അറിയിച്ചിരുന്നെങ്കിലും സീറ്റ് RJDക്ക് നൽകിയതോടെ ഇടതുപാളയത്തിൽ നിന്ന് പടിയിറങ്ങുകയായിരുന്നു. ന്യൂസ് മലയാളം, മലപ്പുറം.